always do it on my own, so I gotta get through it. And the only thing I know. വീടാണ് നമ്മുടെ ജീപ്പ്. പാല് കാച്ചൽ ചടങ്ങ്, പാല് കാച്ചൽ തളച്ച് ചായ തളച്ചിരിക്കും. അതായത് നിങ്ങളാണ് നമ്മളെ ഫസ്റ്റ് ഗസ്റ്റ്. പാല് കൂടുതൽ വെച്ചിട്ടുണ്ടല്ലേ? പാല് മാത്രമേ ഒഴിച്ചുള്ളൂ, വെള്ളം ഒഴിച്ചിട്ടില്ല. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഡേ 3 സ്വാഗതം. ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മളധികം യാത്ര ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഉള്ളത് കൊടുങ്ങല്ലൂർ കരൂപ്പടന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ ഭാര്യ വീട്ടിലാണ് ഉള്ളത് കേട്ടോ. ഇവിടെ ആരുമില്ല, എല്ലാവരും ദുബായിൽ സെറ്റിൽഡാണ്. പിന്നെ എൻ്റെ വൈഫ് ഉള്ളത് റഷ്യയിലാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഞാനും അക്കീറും ഇന്നലെ ഇവിടെ എത്തിയതാണ്. നിങ്ങൾ ഇവിടെ എത്തിയത് എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണണം. അപ്പം എന്നും രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യണം. അതായത് റേഡിയേറ്റർ ഇതിൽ വെള്ളം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ ഗൈസ്, അടിപൊളിയായിട്ട് ഫുൾ വെള്ളമുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷൻ വേണ്ട. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യും. എൻജിൻ ഓയിൽ കാണിച്ചു തരാം. ജീപ്പിൻ്റെ എൻജിൻ ഓയിലൊക്കെ ചെക്ക് ചെയ്ത് ശീലമുള്ളവർക്ക് ഇത് രസമുണ്ട്. നമ്മളിവിടെ നല്ലത് ഇടുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഇട്ട് 2 വട്ടം ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ എടുക്കുക. ഇത്രയാണ് എൻജിൻ ഓയിൽ ഉള്ളത്. എൻജിൻ ഓയിൽ നല്ലോണം ഉണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. എൻജിൻ ഓയിൽ കഴിഞ്ഞാലും റേഡിയേറ്ററിലത്തെ വെള്ളം കഴിഞ്ഞാലും ജീപ്പിന് ഭയങ്കര പ്രശ്നമാണ്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ അല്ലെങ്കിൽ അക്കീർ, ഞങ്ങൾ രണ്ടാളിൽ ഒരാളാണ് ചെയ്യാറ് കേട്ടോ. അക്കീർ അവിടെ എഡിറ്റ് ചെയ്യാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നുള്ളൂ. സോ ഗൈസ്, ഇന്ന് ശരിക്കും നമ്മൾ യാത്ര ചെയ്യേണ്ട ദിവസമാണ്. എന്തുകൊണ്ടാണ് ഇന്ന് യാത്ര ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ഡേറ്റ് മെയ് 7 ബുധനാഴ്ചയാണ്. ഇന്നലെ മുതൽ പേരൻസും നമ്മളെ കുറേ സബ്സ്ക്രൈബേഴ്സും നമ്മളെ വിളിച്ചു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. സബ്സ്ക്രൈബേഴ്സ് വിളിച്ചിട്ട് അവർ പറയുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള യുദ്ധം തുടങ്ങാൻ വേണ്ടി പോവാണ്. രാത്രിയാണ് വിളിച്ചത്. ആ സമയത്തൊന്നും ഇങ്ങനെ ന്യൂസ് ചാനലിൽ കാണിക്കുന്നുണ്ട് എന്തൊക്കെയോ സംഭവിക്കാൻ പോവുകയാണെന്നുള്ളതൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്നൊരു മോക്ക് ഡ്രിൽ നടക്കുകയാണെന്നൊക്കെ കേട്ടു ഇന്ന് വൈകിട്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് വൺ ഓഫ് ദി സേഫസ്റ്റ് പ്ലേസാണ് നമുക്ക്. കാരണം എന്ത് സംഭവിച്ചാലും ഇവിടെ നമുക്ക് നിൽക്കാം. അപ്പോൾ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, യുദ്ധങ്ങളും കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. എല്ലാം അതിൻ്റെ രീതിയിൽ പോട്ടെ. അപ്പം കഴിഞ്ഞ ദിവസം രാത്രി ഇന്ത്യ അങ്ങോട്ട് സ്ട്രൈക്ക് ചെയ്തു എന്നാണ് തോന്നുന്നത്. സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ അതോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യുദ്ധങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോട്ടെ. നമുക്ക് കിട്ടിയതിന് നമ്മൾ തിരിച്ച് നല്ലൊരു മറുപടി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ തന്നെ പോട്ടെ. അപ്പം ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ഇവിടുന്ന് ഇറങ്ങാം എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം ഇന്ന് എല്ലാവരും റിക്വസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യും. എന്താണ് ഇനി സംഭവിക്കുക, ഇന്ന് എൻ്റെ യുദ്ധത്തിനും നമുക്കറിയാലോ ശരിക്കുള്ള യുദ്ധം തുടങ്ങുമോ ഇല്ലയോ എന്നുള്ളത്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ യാത്ര ഒന്നും നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കില്ല. സംഭവം ആ ഒരു ഏരിയയിലാണ് നടക്കുന്നതെങ്കിലും ഏത് രീതിയിലോട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം ഞങ്ങൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ആദ്യം തന്നെ നമ്മൾ ഈ കുട്ടനെ കൂട്ടിയിട്ട് നമ്മൾ ഇന്ന് പുറത്ത് പോയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ജീപ്പായിട്ട് ഇറങ്ങിയ എന്തിനാണ് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാനല്ല. ചില സാഹചര്യത്തിൽ നമ്മൾ കഴിക്കും, ഇപ്പോഴേ പറഞ്ഞിടാം, ഇല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ട്രോളും. അപ്പോൾ നമ്മളിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാം. സോ ഗൈസ്, ലെറ്റ്സ് ഗോ. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ തുടങ്ങുകയാണ്. ട്രിപ്പൊന്നുമില്ല, ഇവിടെ അടുത്ത് തന്നെ. ആദ്യം പോയിട്ട് പിന്നെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങൾ വേണം. അതിന് ഞാനും അക്കീറും അംജദ് ഒന്നുകൂടെ വാടാ. നമ്മളെ കൂടെ എൻ്റെ അളിയനുണ്ട്. നീ ശരിക്കും എൻ്റെ അളിയനായിട്ടല്ലേ വരിക? ചെറുതായിട്ടില്ലേ, കസിൻ അളിയൻ. ഇത് ഇങ്ങോട്ട് വാ. ഇത് അംജദ് ഇവിടെ തന്നെയാണ് വീട്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഈ കാലിപ്പുറത്തുണ്ട്. ലെറ്റ്സ് ഗോ. ഗേറ്റ് അടിക്കണ്ടല്ലോ, നമ്മളിപ്പോൾ വരില്ലേ? അങ്ങനെ ഒറ്റ ഒടിവിന് കിട്ടിയിട്ടോ. ഇങ്ങോട്ടാ അങ്ങോട്ടോ? നമ്മൾ സാധനം വാങ്ങാൻ ഇറങ്ങി. കുറേ വാങ്ങണ്ടല്ലോ അല്ലേ?
കുറച്ച് വെച്ച് വാങ്ങിയ പോരെ. 6 കോഴിമുട്ട നമ്മളെടുക്കണം. ഒരു 6 കോഴിമുട്ട. പിന്നെ ബ്രെഡ് ഉണ്ടോ? ഒരു ബ്രെഡ്. പിന്നെ ഉപ്പില്ലേ? പൊടിയിപ്പ്. പിന്നെ പഞ്ചസാര ഒരു 1/2 കിലോ പഞ്ചസാര. പിന്നെ ചായപ്പൊടി ഉണ്ടോ? പാല്. ഇപ്പം ഇത്രയും പറഞ്ഞ സാധനം. ഓ ഇനി മറന്നു വരുതേ, ഞാൻ മറന്നു പോകും. ചെറുത് മതി, ചെറുത് മതി. ആ ഒരു താൽക്കാലികമായിട്ട് ഒരു നേരത്തെ ചായ ഉണ്ടാക്കാൻ പറ്റുമോ? ആ എന്നാൽ അത് മതി. ഉള്ളി കുറച്ച് മതി. ആ ഇത് ഇട്ടാൽ തക്കാളിയോ? ആ മതി. ഒറ്റ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാ? ഓംലേറ്റ് വെളിച്ചെണ്ണയിലാണോ ഓയിലാണ് ഉണ്ടാക്കല്? ആ മതി. ദാറ്റ് ഈസ് ഫോർ ഹെഡ്, not for cooking. Ayurvedic type. No man, this is sesame oil. We don't use that. This is for cooking man. We don't never use. We use coconut oil. Yes, coconut oil. Okay. So in Kerala, but in Nagaland we use this oil. Soya bean and this sesame oil. നമ്മൾ ആ ഓയിൽ യൂസ് ചെയ്ത് കുക്ക് ചെയ്യില്ലല്ലോ. നല്ലെണ്ണ നമ്മൾ ആ ഇല്ലല്ലോ. നോ, we don't use. വെച്ചോളി, പിന്നെ യൂസ് ചെയ്യാച്ചിട്ടാ. അതിൻ്റെ ചെറുതുണ്ടോ? എവിടെയുള്ളത്? ആ മതി. 28, 10, 20, 30, 50, 30, 60, 75 രൂപ. അപ്പോൾ ഇതിന് ഇടാറുണ്ടോ ഇവിടെ? എന്ത് യൂട്യൂബാ? ആ അതല്ല. അപ്പം എത്രയായി? 161. 161. ആ 300. ഓക്കെ. അപ്പം ഗൈസ് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ വണ്ടിയിലോട്ട് തിരിച്ച് കയറുകയാണ്. റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ? നല്ല ആൾക്കാർ കേട്ടോ, എല്ലാം പെട്ടെന്ന് എടുത്തുന്നു. ഇനി നമ്മൾ പോകുന്നു, കുക്ക് ചെയ്യുന്നു. ചേട്ടാ, ഞങ്ങൾ ഓൻ നാഗാലാൻഡുകാരനും ഞാൻ വയനാട്ടുകാരനുമാണ്. നമുക്കിവിടുന്ന് കുക്ക് ചെയ്യാൻ പറ്റുമോ ആദ്യം? എന്നിട്ട് നമ്മൾ ബോട്ടിലൊക്കെ ഇങ്ങനെ പോയിട്ട് നിങ്ങളെ വഞ്ചിയിൽ ഇങ്ങനെ പോയിട്ട് കറങ്ങാൻ പറ്റുമോ? പറ്റൂലേ? കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ, ഓംപ്ലേറ്റും ചായയും. ഇല്ലാതെ മീൻ കിട്ടുമോ? മീൻ കിട്ടുമോ? മീൻ കിട്ടില്ലേ? അതറിയില്ല. മീൻ വേണമെങ്കിൽ അവരെ നമ്പറിങ് കഴിഞ്ഞു ഞാൻ പിടിച്ചു ചെമ്പല്ലിയ കോരെ. നമുക്ക് പിന്നെ വഞ്ചിയായിട്ട് എങ്ങോട്ടാ പോറ്റാ? അങ്ങോട്ടോ ഇങ്ങോട്ടോ? പോവാം, കാശ് കൊടുക്കത്തുള്ളൂ. പേടിക്കല, നിങ്ങൾക്ക് കാശ് തരും. ബഞ്ചിൽ പാട് കൊടുക്കണ്ടേ? അതാണ് ഈ കാശ് കൊടുക്കണം. കറങ്ങാനില്ലേ അങ്ങോട്ട് പോകണേ കാശ് കൊടുക്കും. ജസ്റ്റ് ഇങ്ങോട്ട് പോയി വരികയാണെങ്കിൽ അങ്ങോട്ട് പോയിട്ട് എന്താ കാര്യം? അവിടെ എന്താ കാണാണ്ടോ? പരപ്പണം. അത് അവിടെ നിന്ന് ആ പാറങ്ങളൊക്കെ കാണാറുണ്ട്. നല്ല ഇതിൽ. അപ്പോൾ നമ്മൾ ആദ്യം ആ കാടിലും പോകും. ആ കാടിലും പോയിട്ട് തേങ്ങ ഇറങ്ങി വിടും. ഓക്കെ, നമ്മളെ ആദ്യം ഇവിടെ നിന്ന് കുക്ക് ചെയ്യട്ടെ ഒരു 10 അരമണിക്കൂർ. എന്നിട്ട് നമുക്ക് വഞ്ചിയിൽ കറങ്ങി അടിച്ചിട്ട് ഞാൻ അത്ര നേരം വെയിറ്റ് ചെയ്യണ്ടേ? എന്തോരം കാശ്. അല്ല, നിങ്ങൾ ആരും വരികയാണെങ്കിൽ പോയിക്കോ. ഇവിടേക്ക് അല്ല, വഞ്ചിയിൽ കറങ്ങിയിട്ട് അങ്ങനില്ല തരും. നിങ്ങൾ ചായ കുടിക്കുക, ചോറുണ്ടാക്കിയിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടെ ഉണ്ട്, അനുവദിക്കുന്നുണ്ട്. ആ നിങ്ങൾക്ക് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് ഞാൻ 500 പേര് പോരെ? ഹാപ്പി അല്ലേ? ആ, ഭക്ഷണം കഴിക്കേ, ഫുഡ് ഉണ്ടാക്കി തിന്നെ എന്താണ് ചെയ്തോ? വെള്ളടിക്കില്ല. ഞങ്ങള് ഇത് കണ്ടില്ല, നിങ്ങൾ ജീപ്പ് കണ്ടില്ല? ഇത് ഓൾ ഇന്ത്യ പോവാണ് ഞങ്ങൾ. ഇത് കേരളം മുതൽ ഭൂട്ടാൻ, നാഗാലാൻഡ്. ആ, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെയാണ് സ്റ്റേ. എൻ്റെ ഇന്നലെ ഞങ്ങൾ വന്നത്. ഞങ്ങൾ ഇവിടെ താമസം. ഇവിടെ കുഞ്ഞു മുഹമ്മദ് അറിയോ?
ഓളിപ്പറമ്പിൽ ഓളിപ്പറമ്പിൽ ആ സ്ഥലം കറക്റ്റ് എവിടാ? ആ ഞാൻ മൂപ്പര മരുമോനാണ്. അപ്പം ഓരോന്നും ഇവിടെ ഇല്ല. എവിടാ ഇവിടുന്ന് ഇതും പിടിക്കുമോ? എന്നാൽ അംജദിനെ ഞാൻ ക്യാമറമാൻ ആക്കിയിട്ടുണ്ട്. ഇത് എൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയാണ്. ഞങ്ങളിത് എടുക്കാൻ മറന്നുപോയി. അപ്പം എൻ്റെ ഉമ്മാനോട് ഞാൻ സമ്മതം ചോദിക്കുന്നു. അതായത് എൻ്റെ മദറില്ലോനോട് ഞാൻ സമ്മതം ചോദിച്ചിട്ടുണ്ട് ഇതെടുക്കാൻ. പിന്നെ ഇതിലാണ് നമ്മളെ കുക്കിംഗ് ഐറ്റംസ് ഉള്ളത്. ഇത് മൊത്തം കുക്കിംഗ് ഐറ്റംസാണ്. ഗ്യാസ് അടുപ്പ് യു ടുക്ക് വൺ. ഓക്കെ പോവാ. വരി നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഇതൊക്കെ ഒരു സന്തോഷല്ലേ? കാറ്റ്. ആ ഡോണ്ട് ഗോ ടു മച്ച്. ഓക്കെ വിൻഡ് ഈസ് ദർ. സോ നല്ല ഭംഗിയുള്ള ഏരിയ. നോക്കി ഈ ഏരിയ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഈ സ്ഥലത്തിന് എന്താ പേര് പറയാ ചേട്ടാ? ഈ സ്ഥലത്തിന് എന്താ പേര് പറയാ? പള്ളിവട്ടം. വള്ളിവട്ടം. സോ ഗൈസ് വള്ളിവട്ടം. ഇത് കായലാണോ അല്ലെങ്കിൽ പുഴ? കനാല്. കത്തോലിക് ആ ഇത് ഏതോ സിനിമയിൽ കേട്ടില്ലേ? കനോലിക് കനാൽ. അതാണ് ഈ കാണുന്നത് വള്ളിവട്ടം എന്ന് പറയുന്ന സ്ഥലം. ഇതാണ് നമ്മളെ മാധവേട്ടൻ. ദിസ് ഈസ് മാധവേട്ടൻ. ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ മാധവേട്ടൻ്റെ വഞ്ചി ഉണ്ട് ഇവിടെ. ചെറിയൊരു എമൗണ്ട് മാധവേട്ടൻ ഇവിടെ മൊത്തം നിങ്ങളെ കറക്കി കാണിച്ചിരും അല്ലേ? ഈ മാധവേട്ടൻ ഇവിടെ ഇല്ലെങ്കിൽ മാധവേട്ടൻ്റെ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിക്കുക. മാധവൻ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണിക്കണ്ട, ഇല്ല എല്ലാവരും വിളിക്കും മാധവേട്ടനെ. അപ്പം മാധവേട്ടനെ ഇവിടെ വരിക. മാധവേട്ടൻ ഫുള്ള് കറക്കും. ഇത് ചീപ്പുംചിറ എൻ്റെ അടുത്താണ് ഈ ഒരു സ്പോട്ട് വരുന്നത് കേട്ടോ. ഈ സ്പോട്ട് ഒന്ന് കൂടി ഒന്ന് കാണിച്ചു തരാം. ഓക്കെ ബ്യൂട്ടിഫുൾ. മാധവേട്ടൻ്റെ ഒരു ചെറിയ വീടും കൂടെ ഉണ്ട്. ഇതാണ് നമ്മളെ കുക്കിംഗ് ഐറ്റംസ് മൊത്തം ഉള്ളത്. നിങ്ങളെടുത്തോ. ഇതിലാണ് നമ്മളെ വിൽ മേക്ക് ഫ്രം ദിസ് നോട്ട് മാഗി ഓംലേറ്റ് ഓ ഫ്രം ദാറ്റ്. ചായപാത്രം. We'll put everything here. Sugar. At home or ഇതാണ് പഞ്ചസാര അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറക്കുമതി ചെയ്ത സാധനം കേട്ടോ അത്. അയ്യോ തക്കാളി. 1 is enough, right? തക്കാളി 2 chilies. 2 ചില്ലി. ഒരു നമ്മൾ ഉണ്ടാക്കാൻ ഇത് മതി കേട്ടോ. ഓംപ്ലേറ്റ് ഉണ്ടാക്കാനാണ് പോണത്. ഓംപ്ലേറ്റും ചായ ഇതൊക്കെ. അപ്പം 2 തക്കാളി ഒരു ഇതിപ്പോൾ കഴുകണ്ട, അതുകൊണ്ട് ഇവിടെ മാറ്റി വെക്കാം. വിൽ വാഷ് കം. അംജിത് പറഞ്ഞ് ഈ വെള്ളം യൂസ് ചെയ്യണ്ട എന്നുള്ളത്. അതുകൊണ്ട് ലോക്കൽ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളത് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ തൽക്കാലം പോരെ, ഇത്രക്ക് പോരെ. So guys, this water, my brother, the local, he said this water is not good for human health. So we are not using this water. We're just using the mineral water to do everything. I think done. One more time. Side में ना उधर हाँ. Okay. Yes. So this is our Paligachal. Okay. Paligachal. In Kerala, when we have
housewarming, you know housewarming? Yes, yes, housewarming. There is പാല് കാച്ചൽ. Palikachan. എന്തപ്പോൾ അവർ പറഞ്ഞ് മനസ്സിലാക്കുവനെ. We prepare milk first. Milk. Yeah. So. Then you make. Eh? Then you make because you know everything. Okay, I do. പാല് കാച്ചൽ I do. സീതാ കൈ അതല്ലല്ലോ. Is on? Yes, on. പാല് കാച്ചൽ. ഗൈസ് നമ്മളെ വീടാണ് നമ്മുടെ ജീപ്പ്. അപ്പം ആദ്യത്തെ കുക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് കാച്ചാൻ വേണ്ടി പോവാണ് അല്ലേ. പാല് കാച്ചൽ ചടങ്ങാണ്. ഫുൾ എടുത്താലോ? എല്ലാവർക്കും ചായ എടുക്കാം. പാൽ ഒഴിക്കുകയാണ്. കുറച്ച് എടുത്തു വരും. ഒഴിക്കുന്നൊക്കെ ഒന്ന് സൂം ചെയ്തെടുത്തു. അംജിത് ആദ്യമായിട്ടല്ലേ ക്യാമറ ആയിട്ട്? ആ, അപ്പോൾ നമ്മൾ അംജിതിനെ ഇന്നത്തെ ക്യാമറമാനായിട്ട് എന്താക്കിയിട്ടുണ്ട്. ഓക്കെ, ആ കത്തൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് നോക്കിയാൽ നേക്കഡ് ഐസിൽ കാണൂല. കത്തുന്നുണ്ട് സാധനം. നോക്കി ഓക്കെ. അപ്പോൾ പാല് കാച്ചൽ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാൽ ഇത്ര പെട്ടെന്ന് തിളച്ചിട്ടോ, ഭയങ്കര ഫാസ്റ്റാണല്ലോടാ. പറന്ന് തിളക്കിണ്ട്. പിടിച്ചോ. പഞ്ചസാര ഇതാണ് സിമ്പിൾ പരിപാടി. ശരിക്കും ഇങ്ങനെയല്ല ചായ ഉണ്ടാക്കലെന്ന് എനിക്കറിയാം. നമ്മളിപ്പോൾ തൽക്കാലം ആദ്യം തന്നെ പഞ്ചസാര പിടിച്ചു. ഇപ്പം തിളയ്ക്കും ഗൈസ്, ഇപ്പം തിളയ്ക്കും. മതിയോ മതിയോ മതിയാവുമായിരിക്കൂലേ. പാല് കാച്ചൽ ആദ്യം പാല് കാച്ചണം എന്നുണ്ടോ? എന്നിട്ടേ ചായ കാച്ചാൻ പറ്റുള്ളൂ എന്നുണ്ടോ? അറിയില്ല കേട്ടോ. ഇതിങ്ങനെ കുറുക്കിയെടുക്കണം. തിളച്ച് മറിക്കണോ? വേണ്ടല്ലോ. പിന്നെ ഈ അടുപ്പ് ഇല്ലാണ്ടായാലോ. അതുകൊണ്ട് ആ പരിപാടിക്ക് നിൽക്കുന്നില്ല. ഗ്ലാസ് ഉണ്ട്, അതിലുണ്ട്. ഗ്ലാസ്സും ഉണ്ട്, സ്പൂണും ഉണ്ട്. പാല് കാച്ചൽ ചടങ്ങ്, പാല് കാച്ചൽ ചടങ്ങ്. ഞാൻ പാല് കാച്ചും, അക്കീർ ബാക്കി ഓംപ്ലേറ്റും ഇതൊക്കെ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തിളച്ച് ചായ തിളച്ചിരിക്കുകയാണ്. ഗൈസ് എല്ലാം ചൂടായിട്ട് എല്ലാവരും അണ്ണാക്കിൽ വരെ ഇപ്പം നനയും. സോ ഒഫീഷ്യലി നമ്മളെ ജീപ്പിൻ്റെ പാല് കാച്ചൽ ചടങ്ങ്, നമ്മളെ കിച്ചൺ ഓപ്പൺ ആയിരിക്കുകയാണ് ഒഫീഷ്യലി. ഇനി ആര് വന്ന് ഭക്ഷണം ചോദിച്ചാലും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി തരും. ഓക്കെ, നമ്മൾ പിന്നെ ക്ലാസ് കഴിക്കട്ടെ. ക്ലാസ് കഴുകിയിട്ട് വേണം അരിപ്പെടുത്തിട്ട് ചായ നമുക്ക് പാല്. സോ ഗൈസ് നമ്മൾ ജീപ്പിൻ്റെ മുന്നിൽ തന്നെ ഉദ്ഘാടനം ചെയ്യാം. അപ്പം ആദ്യത്തെ മധുരം അക്കീർ ഹൗസ് വാമിംഗ് ഡൺ. ആദ്യത്തെ ചായ നമ്മൾ പാല് കഴിച്ചിട്ട് ഞാൻ തന്നെ കുടിക്കണം, ഇല്ല വേറെ ആർക്ക് സെർവ് ചെയ്യണോ? പൊതുവെ എങ്ങനെയാണ് ചടങ്ങ് നോക്കി നോക്കല്ലേ. ചൂടടാ, കിട്ടുന്നില്ലല്ലോ. മതേട്ടാ ചായ തരട്ടെ? ഇതാ നിങ്ങൾ കുടിച്ചിട്ട് അഭിപ്രായം പറയും. അതായത് നിങ്ങളാണ് നമ്മളെ ഫസ്റ്റ് ഗസ്റ്റ്. ഇത് കുറച്ചേ ഉള്ളൂ, ഹാഫേ ഉള്ളൂ. എൻ്റെ ചായ എങ്ങനെ ഉണ്ട് പറയും. ഞാൻ ആദ്യമായിട്ട് ചായ ഉണ്ടാക്കുക. രസമുണ്ടോയെന്ന് മാധവേട്ടൻ സത്യസന്ധമായിട്ട് പറയണേ. ചൂടുണ്ടേ?
പാല് കൂടുതൽ വെച്ചിട്ടുണ്ടല്ലേ? പാല് മാത്രമേ ഒഴിച്ചുള്ളൂ, വെള്ളം ഒഴിച്ചിട്ടില്ല. ടേസ്റ്റ് കൂടുവോ? പിന്നെ ആണോ? രസമുണ്ടോ? നല്ല ടേസ്റ്റാ. ടേസ്റ്റാ? ഓക്കെ. അപ്പം മാധവേട്ടൻ്റെ 10ൽ എത്ര പോയിന്റ് ഉണ്ട്? 1. 100 100 പറഞ്ഞത്. അക്കീർ, നല്ല ചായ. അഭി മേരാ പാർട്ട്ണർ ടേസ്റ്റ് കരേക്കാം. ഓന് പിന്നെ ഞാൻ കുടിച്ചാൽ കുടിക്കും. യു ഡ്രിങ്ക്, ടെൽ മീ. ടു ഹോട്ട്? Kutti. കിട്ടിയെന്നാ? But you don't take sugar? മധുരം കുറച്ച് കൂടി I പോയി. don't take sugar, but in tea, sugar is like chocolate. കുറച്ച് മധുരം കൂടി പോയി കേട്ടോ. ഓക്കെ, അപ്പം ഒഫീഷ്യലി നമ്മളെ പാല് കാച്ചൽ ചടങ്ങ് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കുക്കിംഗ് ആണ് നമ്മളെ അക്കീറായിരിക്കും നടത്തുക. Oh, this knife is very sharp. Really? Yes, very. Because of new. Because of new. Because it's new. See. Oh, this is like a tiger's tongue. But you have to be careful with the knife. Very sharp, very sharp. I think you are a good chef. So? Sometimes. Not. I think you are the better chef. I think you have to cook more instead of me. No. I think you are the best cook, bro. Your wife said you can cook very well. Your mother said? Let's find out because if Yasin Vlog is a good chef or not. So, this is for you, Naga people. Salam ka. Kinaka na sore. Kinaga ase. Kinaka ase. Let him try also. Salam ka. Salam ka. Kinakan sore. Kinakan sere. No. Eh. Salam ga. Salam ka. Kinaga Kinaga ase. ase. Oh. Kinaka ase. Kinaga ase. Yes. Salam ka. Kinaka ase. Kukir. Professional. See how good you are. Not professional, bro. Just online. One is half in. Office enough. Yeah. Akala hindi do habis ba Yasin Vlog. Yasin Vlog chutney. Guys, he doesn't know that we eat humans. നമ്മളെ ഷെഫോടെ ഫുഡ് ഉണ്ടാക്കുക കേട്ടോ. ആദ്യം ഇത്രയും നേരം നമ്മൾ ഉദ്ദേശിച്ചത് ബ്രെഡും ഓംലേറ്റാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ബ്രെഡ് വാങ്ങിയിട്ട് അവർ തന്നിട്ടില്ല എന്നുള്ളത്. സോ പറഞ്ഞ് തന്നിട്ടില്ല, മറന്നുപോയി അവർ. അപ്പോൾ നമ്മൾ മാഗിയിലോട്ട് മാറ്റി. ഫോർ മാഗി ഇറ്റ്സ് ഇനഫ്. No. Coconut oil, very good. മാഗിക്ക് എന്തിനാ കോക്കനട്ട് ഓയിൽ? ഫോർ വാട്ട് കോക്കനട്ട് ഓയിൽ? For health benefit. Get a. മാഗി വി യൂസ് ഓൺലി വാട്ടർ മാൻ. But it is too hot, man. How do we reduce the? പഠിച്ചോനെ. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടുത്തെ നിയറസ്റ്റ് ഹോസ്പിറ്റൽക്ക് ഇത്ര കൊണക്കുന്ന് ഹോസ്പിറ്റൽ. ടുമാറോ മോർണിംഗ് ടു നൈറ്റ്. അക്കീർ കം ഫാസ്റ്റ്. അക്കീർ എന്താ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലെറ്റ്സ് സീ വാട്ട് ഗോണ ഹാപ്പൻ ടുഡേ. വെളിച്ചെണ്ണയ്ക്ക് അക്കീർ സ്പെഷ്യൽ ആണോ? Yes. അക്കീർ സ്പെഷ്യൽ മാഗിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. Special. Everything is special. Sometimes Yasin Vlog special. വെള്ളം ഒഴിക്കുക കേട്ടോ. മോർ അക്കീർ, Yes. യു ആർ ദ ബെസ്റ്റ് ഷെഫ്. Thank you. സോ അക്കീർ ഇന്ന് മുതൽ അവർ ഒഫീഷ്യൽ ഷെഫായിട്ട് മാറിയിട്ടുണ്ട്. Chef White. മാഗി Maggi കിതറേ? kidhar hai bhai? മാഗി ഉദരേ. മാഗി നമ്മൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇതിലല്ല, ഇത് അവിടെ ഉണ്ട്. കിത്തന ചായ? 3. നമ്മൾ 3 ആളല്ലേ ഉള്ളൂ. 3 ഇനഫ് റൈറ്റ്? Char. നേ 3 only 3 person. No, Mickey.
ക്യാമറ ഇങ്ങനെ പറന്ന് വന്നിട്ട് അത് ഷൂട്ട് ചെയ്യും. ഞങ്ങൾ അടുപ്പ് പൊള്ളി അടുപ്പല്ലേ, എമ്മാരി പെട്ടെന്ന് ചൂടാവണ്. ഇറ്റ്സ് ഗുഡ് റൈറ്റ് അവർ സ്റ്റൗ. Yes, very good. Very powerful. പുട്ട് മാഗി. No, little bit cooking. ഓക്കെ. Tomato. യാ മാധവേട്ടാ മാഗി കഴിക്കൂലേ? Maggi, sir. What is it? മാധവേട്ടൻ മാഗി അല്ല കഴിക്കുക, ഒരു എമ്മച്ചായാലോ മാധവേട്ടാ? ഉണ്ടോ വണ്ടി ഇല്ലില്ല, What is it? ഞങ്ങൾ വെള്ളടിക്കാറില്ല. അക്കീർ, യു ഗീവ് ഹിം കമ്പനി. For what? എച്ച്. What? Ematch. യു ഡോണ്ട് നോ? Huh? ബോട്ടിൽ. Bottle. Mm. Where? You bring, he will give you company. Why? Eh? Oh, he's asking me to bring a bottle of Yeah. rum. Rum, whiskey, rum, ഏതാ? Okay, rum. നമുക്ക് എന്തും പോവും. Anything. Anything. Okay, everything. I'll buy him a bottle of beer. One beer. ബിയർ കുടിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ കൊടുങ്ങല്ലൂർ കിട്ടുക. Kitna ruwa? Beer? അതെ പൊക്കളായി പോണം, പൊക്കളായി ബാറില്ല കൊടുങ്ങല്ലൂർ. കൊടുവിൽ ബാറൊക്കെ ഉണ്ട്. അതോ മേടിച്ചോളും. ബാറൊക്കെ ഉണ്ട്. പിന്നെ ശാന്തി എടുത്തുണ്ട്. ശാന്തിപുരം. ഇങ്ങനെ പള്ളിനാടെ കൂടെ പോയിട്ടേ അവിടെ ഒരു ബാറുണ്ട്. Is it far from here? Far? കൊടുങ്ങല്ലൂർ. We are going to കൊടുങ്ങല്ലൂർ. We will buy from there to him. How many bottles? Just easily drink. Beer, whiskey, rum. Which one? Anything. എന്തും And oh, this is also a sharabi. Uncle is a sharabi. ഇവിടെ Dustbin. Oh, sir, we have a dustbin. Very good. സോ ഗൈസ്, നമ്മൾ എല്ലാം ഇവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ടേ പോവുള്ളൂ കേട്ടോ. മാഗി പാവും, നിങ്ങൾ പേടിക്കണ്ട. ഇത് പുള്ളി തന്നെ കാണിച്ചെന്ന ചാക്കാണ്, അവിടെ വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. മാഗി ഈസ് ഓൾമോസ്റ്റ് റെഡി ഗൈസ്. Becoming bad. ബാഡ്. Gas flame is too high. ഓക്കെ. കോഴിമുട്ട. വൺ ഈസ് ഇനഫ്. I think one is enough. മാധവേട്ടനാണ് നമ്മളെ ഇന്നത്തെ ഗസ്റ്റ്. ഈസ് അവർ ഗസ്റ്റ് ടുഡേ. സോ മാധവേട്ടൻ സിറ്റ് ദർ. ഓക്കെ മാധവേട്ടൻ, അത് സെറ്റ്. അപ്പോൾ മാധവേട്ടൻ ഞങ്ങൾ ആദ്യം സെർവ് ചെയ്യും. സെർവ് ടു മാധവേട്ടൻ ഫസ്റ്റ്. Gas. ഗസ്റ്റ് ഫസ്റ്റ്. ഓയ്സ് മാധവേട്ടൻ നല്ല ലുക്കായിട്ടുണ്ട് കേട്ടോ. മാധവേട്ടൻ ഗസ്റ്റിൻ്റെ ഒരു ലുക്ക് ഉണ്ട്. മാധവേട്ടൻ മാഗി കഴിക്കലുണ്ടോ എപ്പോഴെങ്കിലും? പേരക്കടാങ്ങളുണ്ട്, കഴിക്കുമ്പോ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യും അല്ലേ? കുറച്ചിട്ടാ മതി, കുറച്ച്. ലിറ്റിൽ This one? മോർ. ഓക്കെ, ഇനഫ്. Okay, guys. So, Sir Mataban is our guest today. We're gonna serve him the first Maggi, and let's see how his reaction is. Master, the judge is going to tell us whether the Maggi is good or not. കൊള്ളാമോ? ശരിക്കും How is it? ഗുഡ്. ഈ സെറ്റ് ഗുഡ്. ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ടേസ്റ്റ് പറയുമ്പോൾ അംജിത് കഴിക്കും, ഞാനും കഴിക്കാം. എൻ്റെ അമ്മോ, കാരണം കുറച്ച് കിട്ടുന്നില്ല. കൊള്ളാം. Sir, little? Pora? No? ഇവർ രണ്ടുപേരും എന്നെ കൂട്ടാണ്ട് വഞ്ചിയിൽ റൈഡ് പോവാണ്. എന്നാലും ചെയ്ത മോശമായിപ്പോയി. ഞങ്ങളെന്താ പോകത്തെന്ന് വെച്ചാൽ നമ്മളെ ഫോണ്, ജീപ്പ്, അതിലെ എക്യുപ്മെൻസൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പോവാത്തത്. അറിയാലോ, എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കാരിയർ ഫിറ്റ് ചെയ്യാൻ എന്നോട് പറഞ്ഞല്ലേ, പറ്റിയില്ല ഗൈസ്.
പിന്നെ സ്റ്റോക്ക് വെർഷനിൽ പോകണം എന്നുള്ള ഞങ്ങളെ ആഗ്രഹവും. അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്നും ഫിറ്റ് ചെയ്യാത്തത്. വേറെ ഒന്നും കൊണ്ടും നിങ്ങൾ വിചാരിക്കരുത്. പിന്നെ എനിക്ക് പേടിയൊന്നുമില്ല, എനിക്ക് പേടിയില്ലല്ലോ പോകാൻ. അതുപോലെ തന്നെ നമ്മളെ ഫ്യൂൽ വിത്ത് കുക്കിയർ, നമ്മുടെ ജീപ്പിൻ്റെ പേരായ കുക്കിയറിന് ഫ്യൂൽ കൊടുക്കാനുള്ള ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. സോ ഇഫ് എനിബഡി ഇൻട്രസ്റ്റഡ് ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട് ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഓക്കെ, അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഈ യാത്രയിൽ. അവരിതാ പോണ്. ഫോൺ അപ്ലോഡിങ്. എല്ലാം കഴിഞ്ഞ് നമ്മളിവിടുന്ന് പോവാണ്. നമ്മൾ ജീപ്പ് കൊണ്ട് ഓൾറെഡി അക്കീർ പോയി. പിന്നെ പൈസ കയ്യിലില്ലായിരുന്നു. അപ്പം പൈസ കൊടുക്കണമെങ്കിൽ നമ്മൾ റൂം പോയിട്ട് എടുക്കണം. ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 500 റുപ്യ നമ്മളൊരു സന്തോഷത്തിന്. ഓക്കെ, എന്നാൽ പോട്ടെ. വിളിക്കാം. അപ്പോൾ ശരി, ബൈ. അപ്പം ഇതിന് ശേഷം നമ്മളിനി നേരെ കൊടുങ്ങല്ലൂരിലോട്ടാണ് പോണത്. ഒന്ന് ജസ്റ്റ് പോയിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് നമ്മൾ പോകും. നമ്മൾ കൊടുങ്ങല്ലൂരാണുള്ളത്, നിങ്ങൾക്ക് അറിയാലോ. അപ്പം രാവിലത്തെ എല്ലാം നിങ്ങൾ കണ്ടു. അതിനുശേഷം നമ്മൾ കൊടുങ്ങല്ലൂർ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കൊടുങ്ങല്ലൂരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലം, പള്ളി, ചർച്ച്, ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ ഏരിയ ആണ് നമ്മളെ കൊടുങ്ങല്ലൂർ. അതിൽ ഞാനിപ്പോൾ ഉള്ളത് ചേരമാൻ ജുമാ മസ്ജിദിലാണ്. ഇതാണ് സൗത്ത് ഏഷ്യയിലെ ആദ്യത്തെ പള്ളി എന്നറിയപ്പെടുന്നത്. നമ്മൾ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി തന്നെയാണ്. അങ്ങനെ ആകുമ്പോൾ കേരളത്തിലത്തെ ആദ്യത്തെ പള്ളി ഇത് തന്നെയാണ്. ഏകദേശം CE 529 ഉണ്ടാക്കിയതെന്ന് പറയപ്പെടുന്നു. ഹിസ്റ്ററി ഒന്നും എനിക്ക് വല്ലാണ്ട് അറിയില്ല, അതുകൊണ്ട് ക്യാമറമാൻ കൂടെ പോരെ. പിന്നെ കൂടുതലായിട്ടൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു പണ്ടത്തെ രീതിയിലാണ് ഇപ്പോഴും ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇതിന് അണ്ടർഗ്രൗണ്ടായിട്ട് പുതിയ പള്ളി നിർമ്മിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പം അറിയുന്നത് കേട്ടോ. നമ്മളിപ്പം പള്ളീൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബാക്കോട്ട് വന്നിരിക്കുകയാണ്. പള്ളീൻ്റെ ഉൾവശത്ത് പിന്നെ വീഡിയോഗ്രാഫി ഒന്നും പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് എടുക്കാം, പിന്നെ ഇവിടുത്തെ ഇമാമിനോടൊക്കെ ചോദിച്ച് പള്ളി കമ്മിറ്റീനോടൊക്കെ ആദ്യം ഇൻഫോം ചെയ്താൽ എടുക്കാം. കുറേ വ്ളോഗേഴ്സൊക്കെ വന്നിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഫുള്ളായിട്ട് ഇതൊന്നും ഇങ്ങനെ എടുത്ത് കാണിക്കുന്നൊന്നുമില്ല. ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നൊരു പള്ളിയല്ലേ, അതുകൊണ്ട് നോ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എഴുതിച്ചുകൊണ്ട് നമ്മൾ ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഉള്ളിൽ കയറുന്നില്ല. കറക്റ്റ് ഉള്ളിൽ കയറിയപ്പം ഒരു അമ്പലത്തിലൊക്കെ ഉള്ള പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ ഉള്ളിൽ. നീ കണ്ടിണ്ടാ? ബെസ്റ്റ്. ഇവിടെ കൊടുങ്ങല്ലൂരുള്ളവൻ ഇതുവരെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല എന്ന് പറഞ്ഞേ. നമ്മൾ അമ്പലക്കുളം എന്ന് പറഞ്ഞിട്ടല്ലേ ശീലമുള്ളൂ. ഇതാണ് പള്ളിക്കുളം. പള്ളീൻ്റെ ഭാഗമായിട്ടുള്ള കുളമാണ് ഇത്. അതുപോലെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനും അതിനൊക്കെയുള്ള ഏരിയ അങ്ങോട്ടുണ്ട്. അയ്യവാ പൊള്ളി, നല്ല രസമുണ്ട് കേട്ടോ. പ്രാവുകളൊക്കെ ആയിട്ട് തീറ്റയൊക്കെ കൊടുക്കാം. നിങ്ങളിങ്ങോട്ട് വരികയാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ആണ്. പിന്നെ ടോയ്ലറ്റും കാര്യങ്ങളും അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എന്തായാലും നൈസാണ്, പീസ്ഫുള്ളാണ്. ഇതിൻ്റെ അകത്തിരിക്കാൻ വളരെ പീസ്ഫുള്ളാണ്. ഈ പുറത്ത് ഇത്രയും ചൂടുണ്ടെങ്കിലും അകത്ത് നല്ല തണുപ്പായിട്ട് നമ്മൾ അടുത്ത സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മളെ ശ്രീ ഭഗവതി ക്ഷേത്രം. അമ്മോ, എൻ്റെ പകുതി ജീവൻ കൊണ്ടേ. നിങ്ങൾ ഫോണിൽ നിന്ന് വെച്ചേക്കുമ്പോൾ എത്ര സൗണ്ട് ഉണ്ടാവില്ല. ഞാൻ പേടിച്ചുപോയി. വെടിവഴിപാട് നടക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ തൊട്ടടുത്തേന് നമ്മളുണ്ടായിരുന്നത്. അപ്പം പേടിച്ചുപോയി, പടക്കം പൊട്ടിയപ്പം. അപ്പം ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. നമ്മളെന്തായാലും ഇവിടുന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. ശ്രീ ഭഗവതി ക്ഷേത്രം ഇവിടെയാണ് നമ്മളെ. ഇത് എല്ലാ വർഷവും ഭരണിപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയുണ്ട്. അത് തമിഴ്നാട്ടിൽ നിന്നാണ് ആൾക്കാർ ഇങ്ങോട്ട് വരുത്തുന്നതാണ് തോന്നുന്നത്. കൊടുങ്ങല്ലൂർ ഭരണി എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്. നമ്മളെ കേരളത്തിന് പുറത്തും എല്ലായിടത്തും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ആ നടക്കുന്നത് ഈ അമ്പലത്തിലാണ്. ആ സമയത്ത് ഇവിടെ ഫുള്ള് ജനങ്ങളായിരിക്കും കേട്ടോ. ഇപ്പോഴേ നോർമലി പിന്നെ ഇതൊരു നോർമൽ ഡേ ആണ്. ഇന്ന് വരെ ഇവിടെ തിരക്കാണ്. ആൾക്കാരിങ്ങനെ പല സ്ഥലത്തുനിന്നും ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മളെ കൂടെ ഉള്ളവർ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അമ്പലത്തിൽ വന്നപ്പം ഈ അമ്മ നിർബന്ധിച്ചിട്ട് ഒരു ലോട്ടറി എടുത്ത്. അപ്പോൾ ഞാൻ ചോദിച്ച അമ്മേനോട് ഈ ലോട്ടറി എനിക്ക് അടിക്കുകയാണെങ്കിൽ
അമ്മക്ക് 1 കോടി രൂപ കിട്ടും വെച്ച്. എന്നോട് പറഞ്ഞാൽ 1 കോടിയല്ല, 1 കോടിന് മേലെ അമ്മക്ക് കിട്ടും, പക്ഷെ അമ്മക്ക് ആവശ്യം 10 ലക്ഷം രൂപ മതി എന്നാണ് എന്നോട് പറഞ്ഞത്. കാരണം എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, വീട് വെക്കണം എന്നാണ് ഈ അമ്മച്ചി പറഞ്ഞത്. നോക്കാം, അമ്പലത്തിന് മുന്നിൽ നിന്നല്ലേ ഈ ലോട്ടറി എനിക്കടിക്കുകയാണെങ്കിൽ അമ്മച്ചിക്ക് മാത്രമല്ല 100 പേർക്ക് ഞാൻ വീട് വെച്ച് കൊടുക്കും, അത്രേ ഉള്ളൂ. അടിക്കട്ടെ, നോക്കാം നമുക്ക്. നമ്മൾ മൂന്നാമത് എത്തിയിരിക്കുന്നത് സെൻറ്റ് തോമ ചർച്ചിലാണ്. ഈ ചർച്ചിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ എത്തിയപ്പോൾ എൻ്റെ മൈക്ക് ഓഫായത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് വോയിസ് ഓഫറാണ് കൊടുക്കുന്നത്. ഇതാണ് കേരളത്തിലെ ആദ്യത്തെ പള്ളി അറിയപ്പെടുന്ന സെൻറ്റ് തോമ ചർച്ച്. കൊടുങ്ങല്ലൂരിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ, ആദ്യത്തെ പള്ളി, ആദ്യത്തെ ചർച്ച്, ഇത് രണ്ടും ഇവിടെ തന്നെ വരുന്നത്. പള്ളി കാണാൻ അതിമനോഹരമാണ്, നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഫുള്ളായിട്ട് ആർച്ച് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭയങ്കര ഭംഗിയാണ്. അതിൻ്റെ പുറമെ അവിടെ നിന്നുള്ള വ്യൂ, കായലിലോട്ടാണ് വ്യൂ വരുന്നത്. കായലാണോ റിവറാണോ എന്നറിയില്ല, നല്ല കിടിലൻ വ്യൂ ആണ്. അവിടെ നിന്ന് ഇങ്ങനെ ഫിഷിംഗ് ബോട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന കാണാം. എന്തായാലും നല്ല വൈബ് സ്ഥലമാണ് ഈ ഒരു ചർച്ചുള്ള ഭാഗം. അതിനുശേഷം നമ്മൾ പോയത് കോട്ടപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ എത്തിയപ്പോഴും സെയിം പല്ലവിയാണ് സംഭവിച്ചത്. മൈക്ക് ഓഫായത് ഞാൻ അറിഞ്ഞില്ല ഗൈസ്. സോ ഈ കാണുന്നത് തൃശ്ശൂർ ജില്ലയിലും തൊട്ടപ്പുറത്ത് കാണുന്നത് എറണാകുളം ജില്ലയാണ് കേട്ടോ. ആ ഒരു പാലത്തിനപ്പുറത്ത് എറണാകുളം, ഇപ്പുറത്ത് തൃശ്ശൂരും, ഈ കാണുന്നത് പെരിയാർ റിവറുമാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് പറയാനറിയില്ല. കോട്ടപ്പുറം നല്ലൊരു വൈബ് ഏരിയ, ഈവനിങ് ഒക്കെ വന്ന് ചായ കുടിക്കാനും അതിനൊക്കെ പറ്റിയൊരു ഏരിയ ആണ് കേട്ടോ ഇത്. നമ്മളെ മൂന്നാമത്തെ ദിവസം ഇവിടെ എൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു കുക്കിങ്ങും പിന്നെ കൊടുങ്ങല്ലൂർ ഒരു പള്ളി, ഒരമ്പലം, ഒരു ചർച്ച്, ഇവിടെയൊക്കെ കറങ്ങി തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ചിലവ് എന്തൊക്കെയാണെന്നൊക്കെ കൃത്യമായിട്ട് പറയണ്ടല്ലോ. മൊത്തം ഇന്നത്തെ ചിലവ് 2900 രൂപ ആണ് ഇന്നത്തെ ചിലവ്. അപ്പോൾ നമ്മളെ 3 ദിവസത്തെ ചിലവ് എത്രയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിന് കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. ഐ ഡോണ്ട് കെയർ. യാത്ര പോകുന്നവർക്ക് ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കേട്ടോ. സോ നമ്മളെ 3 ദിവസത്തെ ചിലവ് 7102 രൂപ ആണ് നമ്മളെ 3 ദിവസത്തെ ചിലവ് വരുന്നത്. സോ ഗൈസ്, അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുകയാണ്. നാളെ നമ്മൾ ആലപ്പുഴയ്ക്കാണ്, അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കൊല്ലം വഴി തിരുവനന്തപുരം, അത് കഴിഞ്ഞാൽ കന്യാകുമാരി. ഈ റൂട്ടിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പറയാം. അതുപോലെ നമ്മളെ ഫ്യൂൽ മൈ കുക്കീർ ജീപ്പ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ആദ്യത്തെ വീഡിയോ ഇട്ടപ്പം നമ്മളെ 2-3 പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരും എത്ര സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വിശദമായിട്ട്. ഓക്കെ, സോ സപ്പോർട്ട് ചെയ്യുന്നവരോട് ഒരുപാട് നന്ദി. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരോടും ഒരുപാട് നന്ദി. ലവ് യു ഗായ്സ്.